ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോളിനോമിയൽ, അതായത് 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള SSLCയുടെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ SSLC എക്സാമിന് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചധികം കൊല്ലങ്ങളായിട്ട് ആവർത്തിച്ചിരിക്കുന്നത്. അപ്പൊ ആ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും. ഇനി അതല്ലാതെ മാറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, സിമ്പിൾ ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിലെ കൺസെപ്റ്റ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതിന്റെ മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. തുടങ്ങാലോ. ഫസ്റ്റ് പോളിനോമിയൽ. പോളിനോമിയൽ ഞാൻ പറയാ, പോളിനോമിയലിന്റെ അർത്ഥം മലയാള അർത്ഥമാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. പോളിനോമിയൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞുതരാം. പോളി എന്ന് വെച്ചാൽ മെനി, മെനി എന്നാണ് അർത്ഥം. നോമിയൽ എന്ന് പറഞ്ഞാൽ ടേംസ്. ഓക്കെ, അതായത് പോളി എന്ന് പറഞ്ഞാൽ മെനി, കുറെ. ടേംസ് എന്ന് വെച്ചാൽ നോമിയൽ എന്ന് വെച്ചാൽ ടേംസ്, അതായത് പദങ്ങൾ. ഓക്കെ ആണല്ലോ, കുറെ പദങ്ങൾ, കുറെ ടേംസ്. അതായത് കുറെ ടേംസിനാ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തൊക്കെ എഴുതാനാണ് പോളിനോമിയൽ. നമ്മൾ കാണാറുണ്ട്. നമ്മൾ 9ാം ക്ലാസ്സിൽ നമ്മൾ ഇതിനെ പറ്റി പഠിച്ചിരുന്നതാണ് ഓൾറെഡി. ഓക്കെ, അപ്പോ ഈ പോളിനോമിയൽ എന്നുള്ള ഈ ചാപ്റ്ററിൽ അത്രയ്ക്കൊന്നുമില്ല, അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അപ്പോ ആദ്യത്തെ ചോദ്യം നോക്കാം, കാര്യങ്ങളൊക്കെ ചോദ്യം വരുമ്പോ അതിനനുസരിച്ച് പറഞ്ഞുതരാം. അപ്പൊ അത് നോക്കിയാൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? താഴെ പറയുന്ന രണ്ടാംകൃതി ബഹുപദങ്ങളെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണഫലമായി എഴുതുക. റൈറ്റ് ഡൗൺ ദി ഫോളോയിങ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. അപ്പൊ ആദ്യം തന്നെ പറയാം, എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ? ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണേ. രണ്ടാംകൃതി ബഹുപദം ഓർമ്മയുണ്ടാ? എന്താണ്? പവർ 2 ആയിരിക്കും, എക്സിന്റെ മുകളിൽ 2 ആയിരിക്കും. ഇങ്ങനെ എഴുതി പോകുമ്പോ ഇപ്പൊ നമ്മളിങ്ങനെ കാണാണ്, ഇത് കാണാണ്, ഇങ്ങനെ കാണുമ്പോ നോക്കിയാൽ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. എക്സിന്റെ പവർ 2 അല്ലേ? അപ്പൊ എക്സിന്റെ പവർ 3 ആവണമെങ്കിലോ എക്സിന്റെ പവർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കട്ടെ, ഒരെണ്ണം 2x³ ഉണ്ട്. അപ്പൊ ഇതിപ്പോ തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. കാരണം എന്താണ്? എക്സ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എക്സിന്റെ ഏറ്റവും വലിയ പവർ 3 ആണ്. അപ്പൊ ഇത് തേർഡ് ഡിഗ്രി. എക്സിന്റെ പവർ 2 ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി, എക്സിന്റെ പവർ 1 ആണെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി. ഇതാണ് ഡിഗ്രി. ഓക്കെ, ഒന്നാംകൃതി, രണ്ടാംകൃതി, മൂന്നാംകൃതി. കാര്യം മനസ്സിലായല്ല? എക്സിന്റെ മുകളിൽ എഴുതുന്നതിനാണ് പവർ എന്ന് പറയാം. അപ്പൊ അതിനനുസരിച്ചാണ് പോളിനോമിയൽ പേര് വരാ. അപ്പൊ സെക്കൻഡ് ഡിഗ്രി എന്ന് വെച്ചാൽ എക്സിന്റെ പവർ 2 ആയിട്ടുള്ള പോളിനോമിയൽ. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇതൊക്കെ എഴുതിയിട്ടുള്ളത് കണ്ടാ, എക്സിന്റെ പവർ എത്രയാണ്? 2 ആണ് അല്ലേ? അതിനെന്ത് ചെയ്യണം? 2 ഒന്നാംകൃതിയുടെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. എന്താണ്? പോളിനോമിയൽസ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി. അതല്ലേ, 2 ഫസ്റ്റ് ഡിഗ്രി ഗുണിച്ചാൽ, അതായത് പ്രൊഡക്റ്റ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ തമ്മിൽ ഗുണിച്ചാൽ, ഇപ്പൊ ഞാൻ പറയട്ടെ, 8ന്റെ 2 പ്രൊഡക്റ്റുകൾ എഴുതാൻ പറഞ്ഞാല് 2 × 4 കണ്ട 2, ഇതാണ് 8ന്റെ പ്രൊഡക്റ്റുകൾ. തമ്മിൽ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 8 കിട്ടണം. അതാണ് പ്രൊഡക്റ്റുകൾ. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ ഏതൊക്കെ ഗുണിച്ചാലാണ് അത് കിട്ടാന്ന് എഴുതിയാൽ മതി. ഫസ്റ്റ് ഡിഗ്രി, ഏതൊക്കെ ഫസ്റ്റ് ഡിഗ്രികൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇത് കിട്ടാം. അപ്പൊ വേഗം എഴുതാല. x² ഒരു സെക്കൻഡ് ഡിഗ്രിയാണ്. അപ്പൊ ഇത് ഏതൊക്കെ ഗുണിച്ചാലാണ്? x × x ആണ്. ഓക്കെ, അപ്പൊ 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി. ഇത്രയേ ഉള്ളൂ ആൻസർ. ഓക്കെ ആണല്ലോ? അടുത്ത x² - 9 ഇമ്പോർട്ടന്റ് ആണ്. x² - 9. ഓക്കെ, ഇനി ഇവിടെ തുടങ്ങിയുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് ആൻസർ എഴുതി പോണം കേട്ടാ. അപ്പൊ x² - 9 എങ്ങനെ എഴുതാ നോക്കി. x² - 9 ഞാനും പറഞ്ഞുതരാം. അങ്ങോട്ട് നോക്കി. x² - 9 പകരം നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ പഠിക്കണം. ഏതാണെന്നറിയോ? നമ്മുടെ ഐഡന്റിറ്റീസ് എന്നുള്ള പാഠത്തിൽ 8 പഠിച്ചില്ലേ? a² - b² = a + b × a - b. ഇങ്ങനെ ഓർമ്മയുണ്ടാന്ന് നോക്കി. a² - b² = a + b × a - b. അപ്പോ ഇങ്ങനെ രണ്ടെണ്ണത്തിന്റെ സ്ക്വയറുകൾ തമ്മിൽ മൈനസ് ചെയ്യാൻ വന്നാൽ ആദ്യം കൂട്ടും, പിന്നെ കുറയ്ക്കും, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ എങ്ങനെയാണ് വരാൻ നോക്കാം. x² - 9 ആണ്. 9 പകരം ആദ്യം മാറ്റാ. അതിനെ പിടിച്ചിട്ട് എങ്ങനെ മാറ്റാ? x² - 3² എന്നാക്കാം. എങ്ങനെ വരുമ്പോ 4 വന്നാൽ 2² എന്നാക്കും. 9 വന്നപ്പോ 3² എന്നാക്കി. ഓക്കെ, ഒരു സംഖ്യയുടെ സ്ക്വയർ മൈനസ് വേറെ സംഖ്യയുടെ സ്ക്വയർ, ഒരു സംഖ്യയുടെ സ്ക്വയർ മൈനസ് വേറെ സംഖ്യയുടെ സ്ക്വയർ. ഇങ്ങനെ വന്ന് ഇപ്പൊ എന്ത് ചെയ്യണം? ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? x + 3 × x - 3. ഓക്കെ ആണോ? കാര്യം മനസ്സിലായി നോക്കിയേ. x + 3 × x - 3. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടി പറയാ. എന്താ എഴുതാ? x² - 4 വന്നാൽ എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം മാറ്റണം. x² - 4 മാറ്റണം കേട്ടാ. അത് നേരെ കൊണ്ട് എഴുതരുത്, ആദ്യം മാറ്റിയിട്ടാണ് എഴുതാൻ. എന്താണ്? 2² എന്നാക്കി. അപ്പൊ എന്തായി? x + 2 × x - 2. ആണോ ആൻസർ? ഇത്രേ ഉള്ളൂ. ഇവിടെ അടുത്ത ചോദ്യം നോക്കാം. x² - 1/25 ആണ്. 1 വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? സിമ്പിൾ ആയിട്ട് മാറ്റാൻ പറ്റും. x² - 1/25 എന്തിന്റെ സ്ക്വയർ ആണ്? ഏത് സംഖ്യയുടെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് 1/25 വിട്ടാ? 25 വിട്ടാ നമുക്കറിയാം 5ന്റെ സ്ക്വയർ ആണ്. അടി വന്നല്ലേ ഉള്ളൂ. അപ്പൊ അടിയിൽ തന്നെ എഴുതണം. 1/5ന്റെ സ്ക്വയർ ആണ് 1/25. കണ്ടാ? 1ന്റെ സ്ക്വയർ 1, 5ന്റെ സ്ക്വയർ 25. കണ്ടാ? 1/5ന്റെ സ്ക്വയർ ആണ്. 1/5 ഹോൾ സ്ക്വയർ ആണ്ടാ. 1/5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1/5 ഹോൾ സ്ക്വയർ. അപ്പൊ എന്താ എഴുതാ? ഇതിനെങ്ങനെ എഴുതാ? x + 1/5 × x - 1/5. കണ്ടാ? ഓക്കെ ആണല്ലോ? ആ ഒരു ഇക്വേഷൻ പഠിക്കണം കേട്ടാ. a² - b² = a + b × a - b. ഓക്കെ, അടുത്തത് പറയാം. 4x² - 9. ശ്രദ്ധിച്ചെഴുതണം, തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണത്. 4x² - 9 ആണ്. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇത് മൊത്തത്തിലില്ലേ, എക്സിന് മാത്രമേ ഇപ്പൊ സ്ക്വയർ ഉള്ളൂ.
4 ഒറ്റയ്ക്ക് അടക്കല്ലേ, അപ്പൊ അതിനെയും കൂടി ചേർത്ത് വേണം നമ്മൾ എഴുതുമ്പോ എന്തെഴുതണം, 2x² ആണ് 4x². അതെ, അതിനാദ്യം മാറ്റണം. -3 എന്ന് വെച്ചാൽ 3² ആണ് കേട്ടാ. ഇങ്ങനെ മാറ്റണം, ഇങ്ങനെ മാറ്റിയില്ലെങ്കിൽ അത് തെറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ചോദിക്കുന്ന ചോദ്യമാണ്, തെറ്റിക്കാൻ വേണ്ടി ചോദിക്കണാണ്. അപ്പൊ ഇങ്ങനെ എഴുതണം കേട്ടാ. 2x² ആണ്, 2ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആവുന്നുണ്ട്, ന്റെ സ്ക്വയർ x² ആവുന്നുണ്ട്, -3ന്റെ സ്ക്വയർ 9 ആവുന്നുണ്ട് കേട്ടാ. ഇത് തന്നെയാണ് ഇങ്ങനെ വരാം. അല്ലാതെ ഇതിന് മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ആ 4 മാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പുറത്തേക്ക് എഴുതുമ്പോൾ ശരിയാവില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം, ഒരു സംഖ്യയുടെ സ്ക്വയർ -5 സംഖ്യയുടെ സ്ക്വയർ വന്നാൽ 2x + 3 × 2x - 3. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയി വിചാരിക്കണം കേട്ടോ. 2x + 3 × 2x - 3. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കാം, x² + x പ്ലസ് ആണ്. ഇത്ര നേരം മൈനസ് ഉള്ളത് പഠിച്ചു, മൈനസ് വരുമ്പോഴത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പ്ലസ് വന്നാലോ, ഇതൊരു കൊല്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, 2 x കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക, x × ബാക്കി എന്ത് വരും, x × ഇവിടെ നിന്ന് x പോയാല് ബാക്കി x ഉണ്ട്, പ്ലസ് ഇവിടെ നിന്ന് x പോയാല് ബാക്കി ഒന്നുമില്ലാതാവൂല, ഒരു x ഉണ്ടാവും. അല്ല സോറി, ഇവിടെ നിന്ന് x പോയാല് ബാക്കി എന്തുണ്ടാവും, ഒരു 1 ഉണ്ടാവും. 1 ഉണ്ടാവുക. ഓക്കെ, നോക്കി, ഇവിടെ നിന്നും ഓരോ എക്സിനെ പുറത്തേക്ക് എടുത്ത് പുറത്തെടുത്തേക്കണം. ഞാൻ പുറത്തെടുത്തി. ബാക്കി എന്തൊക്കെയുണ്ട്, x² എന്ന് പോയാലും x ഉണ്ട്, x ന്റെ പോയാലും 1, 1 × x അല്ല x, അപ്പൊ അത് പോയിട്ട് ബാക്കി 1 ഉണ്ടാവും എടാ. അടുത്ത് നോക്കാം, x² - 4x. സിമ്പിൾ ആയിട്ട് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും, x² - 4x ആണ്. അപ്പൊ ഇത് ഞാൻ പറയട്ടെ, 2 എക്സിനെ പുറത്തേക്ക് എടുത്തോ, അപ്പൊ x പുറത്തേക്ക് വന്ന് ബാക്കി x - 4 എടാ. ഇങ്ങനെ എഴുതിയാൽ മതി. ഫസ്റ്റ് ഡിഗ്രി 2 ഗുണിച്ച് സെക്കൻഡ് ഡിഗ്രി കിട്ടി, അത്രേ ഉള്ളൂ എടാ. അപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ട്, ഇത് ചോദിച്ചിട്ടുണ്ട്, ഇത് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് വരുന്നതാണ്. അപ്പൊ ഇത്രയും എന്തായാലും പഠിക്കണം. സിമ്പിൾ ആണ്, 2 മാർക്ക് കിട്ടും എടാ. ഇതെന്താണ് ഞാൻ ചെയ്തത്, ഇവിടെ നിന്നും എക്സിനെ പുറത്തേക്ക് ഇരുത്തി. അപ്പൊ എന്ത് കിട്ടി, ഫസ്റ്റ് നിന്ന് പുറത്തേക്ക് വന്നപ്പോ എക്സ് വന്ന് ബാക്കി ഇവിടെ നിന്ന് ഒരു എക്സ് മാത്രമായി. 4x ന്ന് x പോയാല് ബാക്കി 4 വന്നു, മൈനസ് ഉള്ളത് തന്നെ അതുപോലെ ഇട്ട് എടാ. ക്ലിയർ ആയി വിചാരിക്കണേ. ടൈപ്പ് പഠിച്ചാൽ 2 മാർക്ക് കിട്ടും. ഇത്ര നേരം മാത്രം കണ്ടിരുന്നാൽ 2 മാർക്ക് കിട്ടും, ഉറപ്പാണ് ഞാൻ പറയണത്. ഏത് പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, അതിനകത്തൊക്കെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും എടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിക്ക് പോവാം. അടുത്ത ചോദ്യം എന്താ നോക്കാം, എന്താണ് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ് ദി പോളിനോമിയൽ ഗിവൺ ബിലോ ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ഫൈൻഡ് ദി ഫാക്ടേഴ്സ്. അതായത് ചോദ്യം നോക്കിയേ, പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി, അതായത് ചുവടെയുള്ള ബഹുപദങ്ങളെ 2 ഒന്നാകൃതി ബഹുപദങ്ങളുടെ ഗുണഫലമായിരുന്നു. നേരത്തെ ചോദിച്ചാൽ അതേ ചോദ്യം കേട്ടാ. അപ്പൊ ഇതാദ്യം പഠിക്കാം, എങ്ങനെയാണ് അങ്ങനെ ചോദ്യം വന്നാല്. നിങ്ങൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് വിചാരിക്കാം, അതായത് സെക്കൻഡ് ഡിഗ്രി ആണല്ല, p(x) എന്നൊക്കെയാണ് നമ്മൾ പോളിനോമിയൽ ഡിനോട്ട് ചെയ്യാനായിട്ട് എടുക്കാം അല്ലെ. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അതിന് എന്ത് എഴുതണം, ഒരു ഫസ്റ്റ് ഡിഗ്രി ഇൻറ്റു ഒരു ഫസ്റ്റ് ഡിഗ്രി എന്ന് എഴുതണം. അപ്പോ കുറെ മെത്തേഡ് ഉണ്ട്, ഞാൻ ആകെ ഒരു മെത്തേഡേ പറയുള്ളൂ. ആ മെത്തേഡ് നമുക്ക് എന്തായാലും സെക്കൻഡ് ഡിഗ്രി എന്നുള്ള പാഠത്തിലും ആവശ്യമുള്ളതാണ് എടാ. അപ്പോ ആ മെത്തേഡിൽ തന്നെ മാക്സിമം പഠിച്ചു പോകാൻ ശ്രമിക്കാം എടാ. നിങ്ങൾക്ക് വേറെ മെത്തേഡ് അറിയാന്നുണ്ടെങ്കിൽ, ഇതിന്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 7, അങ്ങനത്തെ ആ മെത്തേഡ് അറിയാന്നുണ്ടെങ്കിൽ അത് ചെയ്തോ, അത് ചെയ്യേണ്ടത് ഞാൻ പറയണില്ല. പക്ഷെ ഈ മെത്തേഡാണ് ഞാൻ പറഞ്ഞു പോണത്, ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കാം എങ്ങനെ എഴുതാം. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് പറയാം. ആദ്യം എന്ത് ചെയ്യണം, ഇതാണ് ചെയ്യണത്, എ ചോദ്യമാണ് ചെയ്യാൻ പോണത്. അപ്പൊ പോളിനോമിയല് ഇതിനടുത്ത് എഴുതാം. ഏതാണ്, x² - 7x + 6 അല്ലെ. x² - 7x + 6 = 0 എന്ന് എഴുതാം. തുടക്കം ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ട്ടാ. ഇത് = 0 എന്ന് എഴുതി. ഇതെന്ത് ചെയ്യാൻ പോണത്, ഞാൻ മറ്റേ ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ പോണത്. വേറെ രീതിയിൽ ചെയ്യാം, അപ്പൊ സെക്കൻഡ് ഡിഗ്രിയിലാണ് ഇപ്പൊ ചെയ്യാൻ പോണത് എടാ. അപ്പൊ എങ്ങനെയാണ് ഇതിനെഴുതാ, എഴുതി ഞാൻ എന്ത് ചെയ്യണം, മറ്റേത് ചെയ്യാറില്ല നമ്മള് x = -b ഇക്വേഷൻ കൊടുക്കൂലേ, അതിനും ആദ്യം എയും ബിയും സി എടുത്ത് എഴുതണം. എ എന്ന് പറഞ്ഞാൽ എന്താണ്, x² കൂടെ ഉള്ളതാണ്, x² കോയിഫിഷ്യന്റ് ആണ് 1. x² കൂടെ ഒന്നും കാണാനില്ല, പക്ഷെ 1 ഉണ്ട് എടാ, 1. ബി എന്ന് വെച്ചാൽ എത്രയാണ്, -7. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 എടാ. എക്സിന്റെ കൂടെ ഉള്ളതാണ് ബി, ചിഹ്നം അടക്കം കൊടുത്ത് എഴുതണം. സി എന്ന് വെച്ചാൽ എക്സ് ഇല്ലാത്തതാണ്, അതാണ് 6. ഓക്കെ ആണല്ലോ, ABC എഴുതി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്, ക്ലാസ്സിലൊക്കെ ചെയ്യാറുള്ള മെത്തേഡാണ്. എന്താണ്, b² - 4ac കണ്ടുപിടിക്കും. b² - 4ac കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യാം, b² എന്ന് പറഞ്ഞാല് -7² - 4 × a എന്ന് വെച്ചാൽ 1 × c എന്ന് വെച്ചാൽ 6. 7² 49 -6 × 4 24. ഇപ്പൊ കുറച്ചപ്പോ എത്ര കിട്ടി, 49 24 കുറച്ചപ്പോ 25 കിട്ടി. b² - 4ac 25 കിട്ടി. എന്തിനാണ് ഇത് കണ്ടുപിടിക്കുന്നത് വെച്ചാല്, ഇതെങ്ങാനും നെഗറ്റീവാ വേണമെങ്കിൽ പിന്നെ ബാക്കി ചെയ്യണ്ട. ഓക്കെ, എക്സിന് വാല്യൂ ഉണ്ടാവില്ല, ഇപ്പോ നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണ്, അതുകൊണ്ട് എന്തായി ഇത് കണ്ടുപിടിച്ച്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താണ്, ഇക്വേഷൻ എഴുതും. x = -b + or -√b² - 4ac / 2a. ഓക്കെ, ഇവിടെ ഡൗട്ട് ഉണ്ടോ നോക്കിയേ. 7² 49 ആണ്, -7² 49 ആണ്ടാ, മറക്കണ്ട, ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതൊക്കെ ഇക്വേഷൻ എഴുതി. ഇക്വേഷൻ മറക്കാതെ പഠിക്കണം. മൈനസ് എന്തായാലും ഫ്രണ്ടിലുണ്ട്, അത് മറക്കരുത്. അതുകൊണ്ട് ഇക്വേഷൻ എഴുതി കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x = ഞാൻ ഇപ്പുറം കൊടുക്കട്ടെ, നോക്കി ഇങ്ങോട്ട് നോക്കി. x = മൈനസ് എഴുതി, ഇക്വേഷൻ അല്ല മൈനസ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ബി നോക്കണത്. ബി എത്രയാണ്, -7. ബി എഴുതി. + or -√b² - 4ac കണ്ടുപിടിച്ചേക്കാണ്. എത്രയാണ്, 25 എഴുതി. / 2 × a എത്രയാണ്,
1 ആണ് കൊടുത്ത്. ഓക്കെ ആണല്ലോ. അപ്പൊ എത്ര കിട്ടി നോക്കിയേ, മൈനസും വന്നപ്പോ അവിടെ പ്ലസ് ആയി, 7 മൈനസും പ്ലസ് ആയി. അപ്പൊ 7 എക്സ് ഈക്വൽ ടു 7 പ്ലസ് ഓർ മൈനസ് √25 അറിയാം, 5/2 കിട്ടിയല്ല, 2 × 1 2. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എക്സ് ഈക്വൽ ടു 2 ഉത്തരം കിട്ടിയല്ലേ, പ്ലസ് ഓർ മൈനസ് ഉണ്ട്, പ്ലസ് ഓർ മൈനസിനോട് വെച്ച് 2 ആക്കി തിരിക്കുക. എക്സ് ഈക്വൽ ടു എന്തായി, 7 + 5/2 ഓർ എക്സ് ഈക്വൽ ടു 7 - 5/2. അതായത് 7 + 5 എത്രയാ, 7 + 5 12 ആണ്. അപ്പൊ എക്സ് ഈക്വൽ ടു എത്രയാണ്, 12/2. എക്സ് ഈക്വൽ ടു ഇവിടെ എത്രയാണ്, 7 ന്ന് കുറച്ചാൽ 2 ആണ്, 2. ഓക്കെ നോക്കാം, ഇവിടെ 2 ആണ്, 2/2. അപ്പൊ ഉത്തരം കിട്ടിയല്ല, 12/2 എത്രയാണ്, എക്സ് ഈക്വൽ ടു 6ഉം എക്സ് ഈക്വൽ ടു 1ഉം. ഓക്കെ ആണല്ലോ. 6 12 6 1. 2 ഉത്തരം കിട്ടിയല്ല, എക്സിന്റെ 2 ഉത്തരം കിട്ടി. ഇതിനെ പറയണ പേരാണ് എന്ത്, സൊല്യൂഷൻ. ഓക്കെ, പരിഹാരങ്ങളാണ്, പരിഹാരങ്ങൾ എന്ന് പറയും മലയാളത്തിൽ. സൊല്യൂഷൻ. ഇതിന്റെ സൊല്യൂഷൻ എഴുതാൻ ചോദിക്കും, പക്ഷെ ചോദിച്ചിട്ടില്ല. സൊല്യൂഷൻ ചോദിച്ചാൽ എങ്ങനെയാണ്, പക്ഷെ ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതാണ് ചോദിച്ചോളത്. കേട്ടോ, അതിന്റെ ഫാക്ടേഴ്സ് ചോദിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി ചോദിക്കും. അപ്പൊ എന്താ എഴുതണം, നമ്മൾ ഇങ്ങനെ ഇത് തമ്മിൽ ഗുണിച്ചാൽ ഇത് കിട്ടോ ഇല്ല, എങ്ങനെ ഇട്ടാലാണ്, ഇങ്ങനെ 2 ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എഴുതണം ഫാക്ടേഴ്സ്. എങ്ങനെയാണ് എഴുതാ, ഘടകങ്ങൾ. ഘടകങ്ങൾ എങ്ങനെയാണ് എഴുതാ, എന്താണ് എഴുതാ, ആദ്യം ബ്രാക്കറ്റ് ഇടണം, എക്സ് എഴുതാ, ഫസ്റ്റ് കിട്ടിയതിന്റെ ചിഹ്നം മാറ്റിയിട്ട് എഴുതണം, എക്സ് മൈനസ് എക്സും. പിന്നെ ഏതാണ് അടുത്തത്, എക്സ് എഴുതാ, അടുത്തത് ഇതിന്റെ ചിഹ്നം മാറ്റി എഴുതാം. ഓക്കെ, കിട്ടിയ ഉത്തരത്തിനാണോ അതിന്റെ ചിഹ്നം മാറ്റി എഴുതാം. ഇതിനെ പറയണ പേരാണ് എന്ത്, ഫാക്ടേഴ്സ്. ഇതിനെ പറയണ പേരെന്താണ്, സൊല്യൂഷൻ. ചോദിച്ചാൽ എഴുതണം സൊല്യൂഷൻ. ഇത് രണ്ടും പരിഹാരങ്ങൾ എന്ന് പറയും. ഇത് ഘടകങ്ങൾ, ഫാക്ടേഴ്സ്. എടാ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, ഇത് കിട്ടും. എടാ സ്റ്റെപ്പ് ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് വേഗം ചെയ്യാൻ പറ്റും, അധികം നേരം ഒന്നും എടുക്കൂല, ഇത്തിരി നേരം എടുക്കുള്ളൂ, എന്തായാലും ചെയ്യണം. എടാ ഓക്കെ, അപ്പൊ ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് തന്നെ ചെയ്ത് നോക്കാം. ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം. സി എന്ന് വെച്ചാൽ -12 ആണ് എടുക്കേണ്ടത്. പിന്നെ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4, എ എന്ന് വെച്ചാൽ 1. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4 ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരും. ഇവിടെ നോക്കുമ്പോ മൈനസും വരുമ്പോ അവിടെ പ്ലസ് ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ കേട്ടാ ഈ കണക്ക് ചെയ്യുമ്പോ പ്ലസ് ആവും. ബി സ്ക്വയർ മൈനസ് 4 ചെയ്യുമ്പോ -12 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 നെഗറ്റീവ് വരുമ്പോൾ അവിടെ പ്ലസ് ആവും. ഒന്ന് ആലോചിക്കണം, ചെയ്ത സ്റ്റെപ്പുകൾ മുന്നേ ചെയ്ത ചോദ്യങ്ങളായിട്ടൊന്ന് ആലോചിക്കണം. സി നെഗറ്റീവ് ആണ് ടൈപ്പ്. എടാ ഓക്കെ, അപ്പൊ ചെയ്ത് നോക്കാം. എടാ അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് തന്നിട്ടുള്ളത്, ഗിവൺ ദാറ്റ് പി ഓഫ് എക്സ് പറഞ്ഞ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. എന്താണ് തന്നിട്ടുള്ളത്, x² - 9x + 40. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ചോദ്യം പി ഓഫ് 1 കണ്ടുപിടിക്കാൻ. ഓക്കെ ചെയ്യാം, നമുക്ക് വേഗം തന്നെ ചെയ്ത് നോക്കാം. പി ഓഫ് 1 എത്ര കിട്ടാൻ നോക്കാം. പി ഓഫ് 1 ഈക്വൽ ടു എന്താണ്, ആൻസർ ആണ് എഴുതണം കേട്ടാ. ക്വസ്റ്റ്യൻ ആൻസർ ആണ് പി ഓഫ് 1 ഈക്വൽ ടു എക്സ് ഉള്ളടത്ത് 1 കൊടുക്കുക. അതാണ് പി ഓഫ് 1 അർത്ഥം കേട്ടാ. കുറെ ആലോചിക്കാൻ നിൽക്കരുത്. പി ഓഫ് 1 എത്രയാണ്, എക്സ് ഉള്ളടത്തൊക്കെ 1 കൊടുക്കുക. അപ്പൊ എന്തായി, 1² - 9 × 1 + 14. തെറ്റിക്കരുത്, ആദ്യം സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ ചെയ്യുക, മൾട്ടിപ്ലൈ ആണെങ്കിൽ ചെയ്യുക, അത് കഴിഞ്ഞിട്ടേ കൂട്ടാനാ കുറയ്ക്കാനാ പാടുള്ളൂ. ഓക്കെ ആണോ, സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞിട്ടേ കൂട്ടാനാ കുറയ്ക്കാനാ പാടുള്ളൂ കേട്ടാ. ശരിക്കും ഉറപ്പിക്കണം. 1² 1 ആണ്, -9 × 1 9 ആണ്, +14. ഓക്കെ ആണല്ലോ. അപ്പൊ എത്ര കിട്ടി, 1 - 9 + 14 ആണ് കിട്ടിയത് അല്ലെ. അപ്പൊ അത് എത്രയാണ്, 1 ന്ന് 9 കുറയ്ക്കുക. ആദ്യം ഇത് ചെയ്യാട്ടാ. 1 ന്ന് ഞാൻ എന്ത് ചെയ്തു, 9 കുറച്ച്. അപ്പൊ എത്രയാണ്, -8 ആണ്. ചെറുതിന് വലുത് കുറയ്ക്കുമ്പോ നെഗറ്റീവ് അല്ലേ. +14 ഇവിടെ കിടക്കുന്നുണ്ട്, +14. ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താണ് വരാ, ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വന്നാലേ വലുത് ചെയ്യുന്നു. ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം. ഓക്കെ ആണല്ലോ. അപ്പൊ എത്രയാണ്, 14 ന്ന് 8 കുറയ്ക്കും, 6 കിട്ടി. പോസിറ്റീവ് 6 ആണ് ഉത്തരം. ഓക്കെ, പി ഓഫ് 1 6 കിട്ടിട്ടാ. ഉത്തരം കിട്ടി, പി ഓഫ് 1 6 കിട്ടി. അടുത്ത ചോദ്യം എന്താണ്, റൈറ്റ് എ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ഒരു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇതിന്റെ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ഒരു ഒന്നാം കൃതി ഘടകം എഴുതാൻ. അപ്പൊ അത് നിങ്ങൾക്ക് ലോജിക്കലായിട്ട് പറയണെങ്കിൽ ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് അത് മനസ്സിലാവൂല. അപ്പൊ ലാസ്റ്റ് വേണമെങ്കിൽ ഞാൻ അതിന്റെ ഉത്തരം പറയാം. ഇപ്പോ നമുക്ക് ആ ചോദ്യം അവിടെ സ്കിപ്പ് ചെയ്യാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ആൻസർ പറയാം, നോക്കിക്കോ. മനസ്സിലാവണോ നോക്കട്ടാ. അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം കേട്ടാ. അപ്പൊ ഇതിന്റെ ഒരു ഫാക്ടർ എഴുതാൻ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 കണ്ടുപിടിക്കണം. ഓക്കെ, പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടാ. അടുത്തത് സി ചോദ്യം നോക്കാം. സി ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടാ. റൈറ്റ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. അതായത് എന്ത് ചെയ്യണം, ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതാൻ. ഓക്കെ, അതായത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 എത്ര വരാൻ നോക്കാം. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1, പി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഇതാണ് പി ഓഫ് എക്സ്. x² - 9x + 14 ആണ് പി ഓഫ് എക്സ്. എന്ത് കുറയ്ക്കാനാണ് പറഞ്ഞുള്ളത്, പി ഓഫ് 1 കുറയ്ക്കാൻ. പി ഓഫ് 1 എത്രയാണ്, 6 കുറയ്ക്കാൻ, കുറച്ച്. അപ്പൊ എന്താണ് കിട്ടിയത്, ഓക്കെ, x² - 9x 14 6 കുറയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, പി ഓഫ് എക്സ് എഴുതി, പി ഓഫ് 1 എഴുതി, കുറയ്ക്കാനാണ്. കുറച്ച് 14 6 കുറച്ചാൽ എത്രയാണ്, 8 കണ്ടാ. അപ്പൊ ഇതാണ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 കേട്ടോ. ചോദിച്ചിട്ടില്ല എന്താണ് വെച്ചിട്ടുള്ളത്, ഇതിന്റെ ഒരു ഫാക്ടർ എഴുതാനാണ് വെച്ചിട്ടുള്ളത്.
പി ഓഫ് വൺ കണ്ടുപിടിച്ചില്ല നമ്മൾ ഓൾറെഡി. അപ്പൊ കണ്ടുപിടിച്ചാരനെ എക്സ് മൈനസ് വൺ ആയിരിക്കും ഒരു ഫാക്ടർ. അപ്പൊ ലാസ്റ്റ് പറഞ്ഞുതരാം അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോ ഇതിന്റെ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വൺ കണ്ടുപിടിച്ച് ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഫാക്ടേഴ്സ്. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? തൊട്ടുമുന്നേ നമ്മൾ ഇതില്ലേ എക്സ് സ്ക്വയർ, ഈ സാധനം ഒന്ന് എടുത്ത് എഴുതണ്ടേ, മൈനസ് 9x പ്ലസ് 8 കേട്ടാ, മൈനസ് 9x പ്ലസ് 8 ഈക്വൽ ടു 0 കൊടുക്കുക. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു -9, സി ഈക്വൽ ടു 8. അടുത്ത സ്റ്റെപ്പ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac എത്രയാണ്? -9 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി എത്രയാണ്? 8. അപ്പൊ 9 സ്ക്വയർ 81 മൈനസ് 8 ഇൻറ്റു 4 32 ആണ്. 32 കേട്ടോ. അപ്പൊ 32 81 കുറച്ചാൽ എത്രയാണ് കേട്ടാ? 49 കിട്ടും. 49 ആണ് കേട്ടാ. ഓക്കെ, അപ്പോ കറക്റ്റ് ഓർക്കണോട്ടാ, ഞാൻ വേഗം പറഞ്ഞു പോകണ്ടേ. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4x 49 കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? എക്സ് കാണാനുള്ള ഇക്വേഷൻ എഴുതി. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഇക്വേഷൻ എഴുതി. ഇനി എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് എഴുതി. ബി നോക്കിയാണ്, ബി -9 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac 49 ആണ്. ബൈ 2 ഇൻറ്റു എ എന്ന് വെച്ചാൽ 1 ആണ്. കണ്ടാ, നോക്കി കൊടുത്ത് നോക്കി, അവിടെ ഉള്ളതുപോലെ കൊടുത്ത്. ഓക്കെ, അടുത്ത മൈനസ് മൈനസ് അടുത്ത് വന്നപ്പോ പ്ലസ് ആയി. 9 പ്ലസ് ഓർ മൈനസ് 49 റൂട്ട് അറിയാ 7 ബൈ 2 ഇൻറ്റു 1 2 അറിയാലോ. അപ്പൊ 9 പ്ലസ് ഓർ മൈനസ് 7 ബൈ 2. അപ്പൊ 2 ആക്കി തിരിക്കണം. 9 പ്ലസ് 7 ബൈ 2 എക്സ് ഈക്വൽ ടു 9 മൈനസ് 7 ബൈ 2 2 തിരിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? ഇനി 9 പ്ലസ് 7 16 ആണ്. എക്സ് ഈക്വൽ ടു 16 ബൈ 2 എക്സ് ഈക്വൽ ടു 2 ബൈ 2. അപ്പൊ എക്സിന് ഉത്തരം കിട്ടി 8 കിട്ടി. എക്സ് ഈക്വൽ ടു 1 കിട്ടി. കണ്ടാ, 16ന്റെ പകുതി 8, 2ന്റെ പകുതി 1. 2 ഉത്തരം കിട്ടിയാൽ ഇതിനെ പറഞ്ഞ പേരാണെന്ത്? സൊല്യൂഷൻ. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ നേരത്തെ തൊട്ടുമുൻ ചെയ്താറാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോയത് കേട്ടാ. സൊല്യൂഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ചോദ്യം എന്താണ്? സൊല്യൂഷൻ എഴുതാനാണോ? അല്ല, ഫാക്ടേഴ്സ് എഴുതാൻ കേട്ടാ. ഫാക്ടേഴ്സ് എഴുതാനല്ലേ ഈ ചോദ്യം. ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എക്സ് മൈനസ് 8ഉം എക്സ് മൈനസ് 1ഉം കേട്ടാ. ആദ്യം എന്ത് ചെയ്യണം? ഇതിനെ ചിഹ്നം മാറ്റി എഴുതണം, ഇതിന്റെ ചിഹ്നം മാറ്റി എഴുതണം. ഇവിടെ പ്ലസ് ആയ കാരണം മൈനസ് ആക്കി. ഓക്കെ, എക്സ് എഴുതാ, ബ്രാക്കറ്റ് ഇട്ടിട്ട് എക്സ് എഴുതാ, ഫസ്റ്റത്തെ ചിഹ്നം മാറ്റി എഴുതാ, രണ്ടാമതും എക്സ് എഴുതാ, രണ്ടാമത്തെ ചിഹ്നം മാറ്റി എഴുതാ. 2 ഫാക്ടേഴ്സ് കിട്ടി. ചോദിച്ചിട്ടുള്ള എന്താണ്? ഇതിന്റെ ഒരു ഫാക്ടർ എഴുതാനല്ലേ, റൈറ്റ് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് വൺ. അതിന്റെ ഒരു ഫാക്ടർ എഴുതാൻ. അപ്പൊ ഏതാണ് ഒരു ഫാക്ടർ വേണമെങ്കിൽ എടുത്ത് എഴുതാ. ബി ചോദ്യത്തിന് ആൻസർ ആയിട്ട് എന്ത് എഴുതാ? ബി ചോദ്യത്തിന് ആൻസർ എഴുതാ. എക്സ് മൈനസ് 1 ഒരു ഫാക്ടർ ആണ്, എക്സ് മൈനസ് 8 ഒരു ഫാക്ടർ ആണ്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ഇത് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകണമായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയുന്ന കുട്ടികൾക്ക് ചെയ്യാട്ടാ. ഓക്കെ, അടുത്ത സി ചോദ്യം കഴിഞ്ഞ് ഡി ചോദ്യം. വാട്ട് ആർ ദി സൊല്യൂഷൻ? കടാ, സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ. ഇതിന്റെ സൊല്യൂഷൻ. ഇത് പോളിനോമിയൽ അല്ലേ? ഈ പോളിനോമിയലിന്റെ ഈ സാധനത്തിന്റെ ഇതാണ് പോളിനോമിയൽ. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് എന്നുള്ള സാധനം ഇതാണ്. അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. സൊല്യൂഷൻ അല്ലെങ്കിൽ കിട്ടിയത് ഏതാണ്? 2 സൊല്യൂഷൻ. സൊല്യൂഷൻ ഈക്വൽ ടു ഡി ചോദ്യത്തിന്റെ ആൻസർ ഇടാ. സൊല്യൂഷൻ ഈക്വൽ ടു എന്താണ്? 8,1. 8ഉം 1 ആണ് എന്ത്? സൊല്യൂഷൻ കേട്ടാ. മലയാളത്തിൽ എന്താണ്? പരിഹാരം. 8 1. ഫാക്ടേഴ്സ് ഒരെണ്ണം എഴുതി, ഇവിടെ 2 ഫാക്ടർ കണ്ടുപിടിച്ച്, അടുത്ത സൊല്യൂഷൻ എഴുതി. ഓക്കെ, പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് ഗുണനഫലമായിട്ട് എഴുതി, എല്ലാവരും ചെയ്തിട്ടാ. ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിട്ടാ. ഈ പോളിനോമിയലിന്റെ നോക്കൂ, ഒരു പോളിനോമിയലാണ് ഈ എഴുതിയിട്ടുള്ളത്. പി ഓഫ് എക്സ് ശരിക്കും നോക്കണോടാ. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 8 ഒരു പോളിനോമിയലാണെന്ന് വിചാരിക്കാം. ഇതിന്റെ ഒരു ഫാക്ടർ ചോദ്യതാണ്. ഫാക്ടർ ആണോ എക്സ് മൈനസ് 1 എന്ന് ചോദിച്ചാലേ ഇതിന്റെ ഒരു ഫാക്ടർ ആണോ? നമ്മൾ കണ്ടുപിടിച്ചപ്പോ ഇപ്പൊ നമുക്ക് ഫാക്ടർ ആണെന്ന് കിട്ടിയല്ല. പക്ഷെ ചോദിക്കുകയാണ് ഇതിന്റെ ഫാക്ടർ ആണോ? ഇത് പെട്ടെന്ന് ഒറ്റയടിക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ ഇത്രയും ചെയ്യേണ്ടി വരൂ, ഇങ്ങനെ ചെയ്യേണ്ടി വരില്ലേ? പക്ഷെ അങ്ങനല്ല ചെയ്യുക. എന്താണ് ഇതിന്റെ ഫാക്ടർ ആണോ എക്സ് മൈനസ് 1 ചോദിച്ചാൽ എന്താ ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? പി ഓഫ് 1 കണ്ടുപിടിക്കുക. പി ഓഫ് 1 0 കിട്ടണമെങ്കിൽ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, പി ഓഫ് 1 എങ്ങനെ കണ്ടുപിടിക്കാന്ന് അറിയാലാ. പി ഓഫ് 1 എന്താ? എക്സ് ഉള്ളടത്തൊക്കെ 1 കൊടുക്കുക. അപ്പൊ ഒരു ഉത്തരം കിട്ടുമല്ല. 0 ആണെങ്കിൽ എന്തായിരിക്കും? ഫാക്ടർ ആയിരിക്കും. ഓക്കെ, 0 അല്ലെങ്കിൽ ഫാക്ടർ ആയിരിക്കില്ല. ചോദിക്കുകയാണെങ്കിൽ എക്സ് മൈനസ് 2 ഫാക്ടർ ആണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? പി ഓഫ് 2 കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിന്റെ ചിഹ്നം മാറ്റിട്ട് ഇവിടെ കണ്ടുപിടിക്കണം കേട്ടാ. -1 വെച്ചാൽ ഇവിടെ പി ഓഫ് 1 കണ്ടുപിടിച്ചു. +1 ആണ് ചോദിക്കുകയാണെങ്കിലോ പി ഓഫ് -1 കണ്ടുപിടിക്കണമായിരുന്നു കേട്ടാ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആലോചിക്കുക, പതിയെ സമാധാനമായിട്ട് ആലോചിക്കുക, കിട്ടൂട്ടാ. ഓക്കെ, അപ്പോ പി ഓഫ് 1 0 ആവണോ നോക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ്? 1 സ്ക്വയർ മൈനസ് 9 ഇൻറ്റു 1 പ്ലസ് 8. 1 സ്ക്വയർ 1 ആണ്, 9 ഇൻറ്റു 1 9 ആണ്, പ്ലസ് 8. 1 9 കുറച്ചാല് -8 പ്ലസ് 8 കേട്ടാ. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കി. ആദ്യത്തെ 2 ചെയ്ത് ഉത്തരം എഴുതിയിട്ടാണ് അടുത്ത് എഴുതാം. അപ്പോൾ ബോർഡ് മാസം ഒന്നും കുറെ അപ്ലൈ ചെയ്യേണ്ടി വരില്ല. ബോർഡ് മാസം അപ്ലൈ ചെയ്ത് തെറ്റിക്കരുത്. ആദ്യത്തെ 2 ചെയ്തിട്ട് ഉത്തരം എഴുതാം, അടുത്ത് എഴുതാം. -8 പ്ലസ് 8 എത്രയാണ്? 0. ഓക്കെ, കണ്ടാ. പി ഓഫ് 1 0 ആണ്. അതുകൊണ്ട് എക്സ് മൈനസ് 1 ഫാക്ടർ ആണ് കേട്ടാ. ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ട്രിക്കാണ് അതിന്റെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഈ ഒരു ഐഡിയ എത്തിയവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടാ.
ജസ്റ്റ് പി ഓഫ് വൺ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് ഒന്ന് ഫാക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് അവിടെ വെച്ചിട്ടുള്ളത് കേട്ടാ. ഓക്കെ, ഏകദേശം ലോജിക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിക്ക് വേണം. ഇത് ഞാൻ വെറുതെ ജസ്റ്റ് ഒരു മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്ക്, അടുത്ത ചോദ്യത്തിൽ വരണുണ്ട്. അപ്പോ അടുത്ത് ഇതിന്റെ ഇങ്ങനെയാണ് ഇത് ചെയ്യാം. ഇതാണ് എത്ര ഉള്ളൂ കേട്ടാ. അടുത്ത നോക്കാം. എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 18 എക്സ് മൈനസ് എക്സ് മൈനസ് ബി ആയാൽ എ പ്ലസ് ബിയുടെ വില എന്ത്? എ പ്ലസ് ബി എന്താണ്? എ പ്ലസ് ബി എന്താണ്? എ ബിയുടെ വില എന്ത്? എ ബി എന്താണ്? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു പോളിനോമിയൽ തരാണെങ്കിലേ നിങ്ങൾക്ക് ഇത് എയും ബിയും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് പോട്ടെ, മനസ്സിലായില്ല എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യാ? ഈ തമ്മിൽ കൂട്ടിയാല് ഇതും കിട്ടും, തമ്മിൽ ഗുണിച്ചാല് ഇതും കിട്ടും. രണ്ട് സംഖ്യകൾ ഗുണിച്ചാൽ കിട്ടുന്നത് ഈ അറ്റത്തായിരിക്കും, കൂട്ടിയാൽ കിട്ടുന്നത് എക്സിന്റെ കൂടെ ഉള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ രണ്ട് സംഖ്യകൾ ഉണ്ടാ. കൂട്ടിയാൽ 9 കിട്ടണം, ഗുണിച്ചാൽ ഇതും കിട്ടണം. അങ്ങനത്തെ രണ്ട് സംഖ്യകളായിരിക്കും നമ്മൾ ഉത്തരം വരാം. ഓക്കെ, അത് മനസ്സിലായില്ലെന്ന് വിചാരിക്കും. ആ ഒരു മെത്തേഡേ മനസ്സിലായില്ലെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യാ? ജസ്റ്റ് എന്ത് ചെയ്യണം? സി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സി വായിച്ച് ചെയ്തിട്ട് സി കിട്ടിക്കഴിയുമ്പോ നമുക്ക് എയും ബിയും കിട്ടും, സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഞാനിപ്പോ സി പറയണ്ട. സി പറയണ നോക്കാം. എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 18 എന്ന സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ കണ്ടുപിടിക്കുക. കേട്ടാ, സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇക്വേഷൻ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ മറ്റേതുപോലെ ബി സ്ക്വയർ മൈനസ് 4ac ചെയ്തു, ലാസ്റ്റ് രണ്ട് സൊല്യൂഷൻ കിട്ടും. കിട്ടുമല്ല, അത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചുള്ളത്. അപ്പൊ അതുപോലെ നമ്മൾ പഠിച്ച സ്റ്റെപ്പിൽ കൂടെ തന്നെ ചെയ്യാ. എന്നിട്ട് എയും ബി അവിടെ നിൽക്കട്ടെ, സിയും ഡിയും കിട്ടുന്ന സാധനങ്ങളാണ്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എയും ബിയും ഉത്തരം ഞാൻ കാണിച്ചു തരാം. അത്രയും പണിയുള്ളൂ കേട്ടാ, സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഏതാണ് ചെയ്യാൻ പോണത്? നമ്മള് എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 18 അല്ലെ. എക്സ് സ്ക്വയർ മൈനസ് 9x പ്ലസ് 18 ഈക്വൽ ടു 0, എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു മൈനസ് 9, പി ഈക്വൽ ടു 18. ഓക്കെ ആണല്ലോ. അപ്പോ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോ ബി സ്ക്വയർ മൈനസ് 4ac ചെയ്ത് നോക്കണോട്ടാ. മൈനസ് 9a സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? സി എന്ന് പറഞ്ഞാൽ 18 ആണ്. ഓക്കെ, അപ്പൊ 9a സ്ക്വയർ 81 മൈനസ് 4 ഇൻറ്റു 18. 4 ഇൻറ്റു 2 കറക്റ്റ് ആയിട്ട് കുണിക്കണോട്ടാ. എത്രയാണ്? 72 ആയിരിക്കും. ഒരു 8 2 16 കൂട്ടുന്ന 42, ബാക്കി 3 4 1 4 3 7 72 ആണ്. കുറച്ചപ്പോ എത്ര കിട്ടാ? 9 കിട്ടി. ബി സ്ക്വയർ മൈനസ് 4ac 9 കിട്ടിട്ടാ. ചെയ്യണോട്ടാ, തെറ്റിക്കാതെ ചെയ്യണം. പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോ നമുക്ക് നല്ല ഡൗട്ട് ആവും ഇങ്ങനെയൊക്കെ കുറയ്ക്കുമ്പോ. അപ്പോ കറക്റ്റ് ആലോചിച്ച് തന്നെ കുറയ്ക്കാം. 9 കിട്ടി. അടുത്ത ഇക്വേഷൻ എഴുതാ. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് 4 മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എഴുതി. ഇക്വേഷൻ എഴുതി. അഞ്ഞ് മൈനസ് എഴുതി. ആദ്യ ഇക്വേഷനിലെ മൈനസ് എഴുതി. ബി എത്രയാണ്? ബി മൈനസ് 9 ആണ്. മൈനസ് 9 എഴുതി. പ്ലസ് 4 മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac എത്രയാണ്? 9 ആണ്. ബൈ 2 ഇൻറ്റു എ എത്രയാണ്? 1 ആണ്. ഓക്കെ ആണല്ലോ. അത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എഴുതാം. 9 എക്സ് ഈക്വൽ ടു മൈനസും മൈനസും വരുമ്പോ പ്ലസ് ആയി. പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 എത്രയാണ്? 3 ബൈ 2 ഇൻറ്റു 1 2. ഓക്കെ, ഇനി പ്ലസ് ഓർ മൈനസ് രണ്ടാക്കി തിരിക്കുക. എക്സ് ഈക്വൽ ടു 9 പ്ലസ് 3 ബൈ 2ഉം എക്സ് ഈക്വൽ ടു 9 മൈനസ് 3 ബൈ 2. ഓക്കെ, 9 പ്ലസ് 3 12 12 ബൈ 2 എക്സ് ഈക്വൽ ടു 12 ബൈ 2ഉം എക്സ് ഈക്വൽ ടു 9 ൽ നിന്ന് 3 കുറച്ചാൽ 6 6 ബൈ 2. അപ്പൊ എക്സ് ഈക്വൽ ടു 6ഉം കിട്ടി, എക്സ് ഈക്വൽ ടു 3ഉം കിട്ടി. 12ന്റെ പകുതി 6, 6ന്റെ പകുതി 3. ഓക്കെ, രണ്ടുത്തരം കിട്ടിയാൽ ഇതിനെ പറയുന്ന പേരെന്താണ്? ഇതിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻ. ഓക്കെ, സൊല്യൂഷൻസ് രണ്ടുത്തരങ്ങൾ കിട്ടിയിട്ടാ. സൊല്യൂഷൻ കിട്ടി. അപ്പോ സൊല്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് 6,3. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിട്ടുള്ളത്? പരിഹാരങ്ങൾ കണ്ടുപിടിച്ച്. എടാ, ഞാൻ അടുത്തെന്താണ്? ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഇതിന്റെ രണ്ട് പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി എഴുതാൻ, അതായത് ഫാക്ടേഴ്സ് ആണ്. ഡി ചോദ്യം ഫാക്ടേഴ്സ് ആണ്. സി ചോദ്യത്തിന് ആൻസർ ആണ് ഞാൻ ഇപ്പൊ എഴുതിയത്. അതിന് ഡി ചോദ്യം ഫാക്ടേഴ്സ്. ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എഴുതാ? ആദ്യം എക്സ് എഴുതും, മൈനസ് ഇട്ടിട്ട് അടുത്ത് എഴുതും, എക്സ് എഴുതും, മൈനസ് ഇട്ടിട്ട് അടുത്ത് എഴുതും. ഓക്കെ ആണല്ലോ. സംഖ്യകൾ എടുത്ത് എഴുതി. ഇനി ഒന്ന് നോക്കി, ഇങ്ങനെ ലേക്ക് കിട്ടിയ സാധനം എക്സ് മൈനസ് 6ഉം എക്സ് മൈനസ് 3ഉം ആണ് രണ്ടുത്തരം കിട്ടിയത്. എന്താണ് ആദ്യത്തെ ചോദ്യം? എ പ്ലസ് ബിയുടെ വില. എയും ബിയും, എക്ക് പകരം 6, ബിക്ക് പകരം 3. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. ചിഹ്നൊന്നും കൂട്ടി ആലോചിക്കണ്ട. എക്ക് പകരം 6, ബിക്ക് പകരം 3. ഓക്കെ, അപ്പൊ എയും ബിയും കൂടിയും കൂട്ടിയാൽ എത്രയാണ്? 6 പ്ലസ് 3 എത്രയാണ്? 9. എയും ബിയും കൂട്ടിയാൽ എ പ്ലസ് ബിയുടെ വില എത്രയാണ്? 9. ഓക്കെ ആണോ? എടാ, നമുക്ക് അവിടെ ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞപ്പോ അതിൽ നിന്ന് ഇത് എഴുതാൻ പറ്റും. എയും ബി എത്രയാണെന്നൊന്നും അറിഞ്ഞില്ലെങ്കിലും എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? എടാ, ഇവിടെ കിടക്കുന്ന സംഖ്യയ്ക്കും എയും ബിയും കൂട്ടിയത്. അടുത്തത് എ ബിയുടെ വില. എ ഇൻറ്റു ബി ആണ്. എ ബി എന്ന് വെച്ചാല് എ ഇൻറ്റു ബി. എയും ബിയും കൂടിച്ചാല് എക്ക് പകരം 6, ബിക്ക് പകരം 3. 6ഉം 3ഉം കൂടിച്ചാല് 18. കേട്ടാ, കിടക്കണം 18. ചിഹ്നം നോക്കണം കേട്ടാ. ചിഹ്നം നോക്കിയ കൺഫ്യൂഷൻ ആവും. നമ്മുടെ അത്രേ ചോദിച്ചിട്ടുള്ളൂ. എയും ബിയും ഗുണിച്ചാൽ എത്രയാണ്? 18. കണ്ടാ, ഗുണിച്ചാൽ എത്ര കിട്ടും? 18 കിട്ടും. ക്വസ്റ്റിന്റെ ബി ക്വസ്റ്റിന്റെ ആൻസർ കിട്ടിയാല. അതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് കിട്ടും. എടാ, കാര്യം മനസ്സിലായില്ല എനിക്ക്? ഇത്രേ ഉള്ളൂ. എടാ, ഒരു മെത്തേഡെ പഠിച്ചോളാം. മെത്തേഡിൽ കൂടെ തന്നെ എല്ലാരും ചെയ്യാൻ പറ്റും. ഓക്കെ,
കുറെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഗുണിച്ചാല് കൂട്ടിയാലെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അറിയാണ് കുട്ടികൾ അത് പഠിച്ചോ, ഞാൻ പഠിക്കണമെന്ന് അറിയണില്ല. പക്ഷെ ഇത് നല്ലൊരു മെത്തേഡാണ്. നമുക്കപ്പ ആലോചിച്ച് വെച്ചാൽ കിട്ടൂട്ടാ. ഏറ്റത്തോളത് ഗുണിച്ചാലും ഈ എക്സിന്റെ കൂടെ ഉള്ളത് കൂട്ടിയാലും. ഓക്കെ, അടുത്ത നോക്കാട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എന്താണ് ചോദിച്ചിട്ടുള്ളത്? given that p of x എന്ന് പറഞ്ഞാൽ ഇതാണ് x square minus kx plus 12. x minus 3 is a factor of p of x. ശ്രദ്ധിച്ചേട്ടെ, ഇതിന്റെ ഒരു ഫാക്ടർ ആണ് x minus 3. ഇതിങ്ങനെ ചെയ്ത് വരുമ്പേ ഒരു രണ്ടുത്തരങ്ങൾ കിട്ടാറില്ലേ, അതിലൊരു ഉത്തരം x minus 3 ആണ്. ഓക്കെ, ഫാക്ടർ ആണ്, ഈസ് എ ഫാക്ടർ എന്ന് പറഞ്ഞോളെ കണ്ടാ, ഇതിന്റെ ഒരു ഫാക്ടർ ആണ്. ഓക്കെ ആണല്ലോ, ഈസ് എ ഫാക്ടർ ഓഫ് p of x. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് p of 3? p of 3 എത്രയായിരിക്കും? ഇങ്ങനെ ഇതിന്റെ ഫാക്ടർ ആണ് x minus 3, p of 3 ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ്. p of 3 എത്രയായിരിക്കും? p of 3 0 ആയിരിക്കും. ഉത്തരം കിട്ടിയാല p of 3 എത്രയായിരിക്കും? 0. ഇതിന്റെ ഒരു ഫാക്ടർ ആണ് x minus 1 എന്നുണ്ടെങ്കിൽ p of 1 0 നമ്മൾ പറഞ്ഞിരുന്നു. x minus 3 ഇതിന്റെ ഫാക്ടർ ആണെങ്കിൽ p of 3 എത്രയായിരിക്കും? ചെയ്തു വരുമ്പോ 0 ആയിരിക്കും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. k യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? p of 3 0 അല്ലേ? p of 3 0 ആണെന്ന് അറിയാലോ, മനസ്സിലായി വിചാരിക്കണം കേട്ടാ. ഒന്ന് നേരെ റിവൈൻഡ് അടിച്ച് കണ്ടാൽ മതി. ഇതിന്റെ ഫാക്ടർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തു വരുമ്പോ രണ്ട് ഉത്തരങ്ങൾ കിട്ടും. അതിനകത്ത് ഒരു ഉത്തരമാണ് p of x minus 3. അങ്ങനെയാണെങ്കിൽ p of 3 എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ആണ് കേട്ടാ, ചോദിക്കാറുണ്ടേ. അപ്പൊ 0 ആയിരിക്കും. കിട്ടിയല്ല. അടുത്ത ചോദ്യം എന്താണ്? ബി ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് k അല്ലേ. k കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം p of 3 0 എന്നുള്ളതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. p of 3 കണ്ടുപിടിക്കാം. p of 3 0 എന്ന് അറിയാലാ. അപ്പൊ ഞാൻ p of 3 കണ്ടുപിടിക്കേണ്ട. p of 3 ഇതിനകത്ത് എങ്ങനെ കണ്ടുപിടിക്കുക? x ഉള്ളടത്തൊക്കെ 3 കൊടുക്കാം. k അതുപോലെ നടന്നോട്ടെ. അപ്പൊ x ഉള്ളടത്ത് 3 കൊടുക്കാന്ന് പറയുമ്പോ 3 square minus k into 3, 3 square minus k into 3 plus 12 equal to 0 അല്ലെ? p of 3 0 ആണ്. equal to 0 കൊടുത്ത് ഞാൻ അതൊന്നും കൂടി ഇവിടെ മൈൻഡ് ചെയ്യണ്ട. ഇത് ഇങ്ങനെ നോക്കാം. ബാക്കി നോക്കി 3 square 9 minus 3 into k 3k plus 12 equal to 0. കണ്ടാ? ഓക്കെ ആണോ? ഞാൻ എന്താ വേണമെങ്കിൽ ഇതും കൂട്ടാല നമ്പർ അല്ലേ. 9 ഉണ്ട്, 12 ഉണ്ട്. 9ന്റെ മുന്നിൽ പ്ലസ് ചിഹ്നവും 12ന്റെ മുന്നിലും പ്ലസ് ചിഹ്നവും. രണ്ട് സംഖ്യ തമ്മിൽ കൂട്ടാം. മുന്നിലുള്ളതാണ് അതിന്റെ ചിഹ്നം. എടാ എന്തായി? 9ഉം 12ഉം കൂടി കൂട്ടിയപ്പോ എത്രയാണ്? 21 കിട്ടി അല്ലെ. അപ്പോ നമുക്ക് എന്താ എഴുതാ? 21 minus 3k equal to 0. കണ്ടാ? 21 9 12 കൂട്ടി 21 ആക്കി എഴുതി നമ്പർ കൂട്ടാൻ പറ്റും. ഈ മൈനസ് 3k അതിനപ്പുറം കൊണ്ടുപോകണ്ട, അല്ലെങ്കിൽ അത് അവിടെ പ്ലസ് മൈനസ് ആയിട്ട് എടുക്കാം അല്ലെ. അതിനപ്പുറം കൊണ്ടുപോകുന്നത് പ്ലസ് ആവും. 21 ഈക്വൽ ടു 0 പ്ലസ് 3k അങ്ങോട്ട് പോയപ്പോ എന്തായി? പ്ലസ് 3k. ഓക്കെ ആണോ? ഞാൻ അവിടെ വേണമെങ്കിൽ 0 പ്ലസ് 3k എന്ന് വെച്ചാൽ എത്രയാണ്? 3k ആണ്. അതിനകത്ത് k നെ മാത്രം അവിടെ നിർത്താം. k അവിടെ നിൽക്കട്ടെ. 3 അങ്ങോട്ട് പോയപ്പോ എന്തായി? 21/3. അതായത് എത്രയാണ്? k ഈക്വൽ ടു എത്രയാണ് കിട്ടാ? 7. ഓക്കെ ആണോ? 7 കിട്ടിയത് മനസ്സിലായോ? നോക്കി എത്രയത് എന്താണ് നമ്മൾ ചെയ്തത്? p of 3 കണ്ടുപിടിച്ച് p of 3 ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്ത് അപ്പൊ k ഈക്വൽ ടു എത്ര കിട്ടി? 7 കിട്ടി. ഓക്കെ ആണോ? സ്റ്റെപ്പ് നോക്കണം. k കണ്ടുപിടിക്കുന്ന കണക്കുകൾ ചോദിക്കാറുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ചോദിക്കാറില്ല. പക്ഷെ ഭാഗ്യം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ടൈപ്പ് ഒന്ന് പഠിച്ചിരിക്കണം കേട്ടാ. മെത്തേഡ് അറിയാൻ ചെയ്യാൻ പറ്റും. k കണ്ടുപിടിച്ചിട്ടാ. എന്താണ്? p of x as the product of two first degree. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? k പകരം 7 കിട്ടിയില്ലേ? ആ k അവിടെ കൊണ്ട് കൊടുക്കാം. അപ്പൊ എന്തായി? p of x ഈക്വൽ ടു p of x പോളിനോമിയൽ ഇങ്ങനെ എന്തായി? x square minus k ക്ക് പകരം 7 കൊടുത്ത് 7x കണ്ട 7x പ്ലസ് 12. ഇതിനെന്ത് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്? ഇതിന്റെ റൈറ്റ് p of x as the product of two first degree polynomial. What are the solution? കണ്ടാ? ഇതിന്റെ രണ്ട് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ സൊല്യൂഷൻ ഏതാ ചോദിച്ചിട്ടുണ്ട്. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കണം കേട്ടാ. ഓക്കെ, അടുത്ത സൊല്യൂഷൻ എഴുതാൻ അറിയാന്ന് വിചാരിക്കാം. നമ്മളൊരു 4 ക്വസ്റ്റ്യൻ ഫാക്ടേഴ്സും സൊല്യൂഷനും കണ്ടുപിടിക്കലാണ് ചെയ്തത്. ABC എഴുതാ, b² - 4ac കണ്ടുപിടിക്കുക, ഇക്വേഷൻ ചെയ്യുക. ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് 2 ഉത്തരം കിട്ടും. അതിൽ വരുന്നതാണ് ഫാക്ടേഴ്സ് കേട്ടാ. ക്ലിയർ ആയി വിചാരിക്കണം. ഓക്കെ, അപ്പൊ ചെയ്യും അത് ഇതിന്റെ ആൻസർ തന്നെ ചെയ്ത് നോക്കാം. എന്നിട്ട് ആൻസർ ഒന്ന് കമന്റ് ചെയ്യാട്ടാ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കഴിഞ്ഞ മക്കളെ ഇത്രേ ഉള്ളൂ കേട്ടാ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായി കഴിഞ്ഞില്ലട്ടാ. എന്താണ് p of x എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x സ്ക്വയർ പ്ലസ് mx പ്ലസ് n ഒരു ഘടകമാണ് x മൈനസ് 1. താഴെ പറയുന്നതിൽ p of 1 തുല്യമായത് എന്ത്? ഓക്കെ, അപ്പൊ എന്താ വരാ? നോക്കിയേ നോക്കാട്ടാ. എന്താ വരാ? ഇതൊരു കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ശരിക്കും വായിച്ചു നോക്കണം. എന്താണ്? ഇതിന്റെ ഒരു ഫാക്ടർ ആണ് x മൈനസ് 1. അങ്ങനെയാണെങ്കിൽ p of 1 എത്രയായിരിക്കും? x മൈനസ് 1 ഫാക്ടർ ആണെങ്കിൽ p of 1 എന്താണ്? 0 ആയിരിക്കും. p of 1 0 അല്ലേ വരുള്ളൂ. ഞാനതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എത്രയും കാര്യമുള്ളൂ. x
ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് 1 0. സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടാ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? എം പ്ലസ് എൻ ഈക്വൽ ടു -1 തെളിയിക്കാം. എം പ്ലസ് എൻ ഈക്വൽ ടു -1 തെളിയിക്കാം. ഓക്കെ ആണല്ലോ. ആദ്യം പി ഓഫ് 1 0 അല്ലേ? പി ഓഫ് 1 0 ആണ്. അപ്പൊ ഞാൻ കൊടുക്കുകയാണ് പി ഓഫ് 1 ഈക്വൽ ടു 0. ഓക്കെ, പി ഓഫ് 1 0 ആണ്. അപ്പൊ ഞാൻ പി ഓഫ് 1 കണ്ടുപിടിക്കുകയാണ്. പി ഓഫ് 1 എങ്ങനെ ഇതിനകത്ത് കണ്ടുപിടിക്കുക? എക്സൽ കൊടുത്ത് ഓ ആ ഒരു പേജിന് എന്തോ പ്രശ്നം. എക്സൽ കൊടുത്ത് എന്ത് ചെയ്യാ? 1 കൊടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സൽ കൊടുത്ത് 1 കൊടുക്കാന്ന് വെച്ചാൽ എന്താണ്? 1² പ്ലസ് എം ഇൻറ്റു 1 പ്ലസ് എൻ അല്ലേ വരാ? കൊടുക്കേണ്ട എക്സൽ കൊടുത്ത് 1 കൊടുക്കണേ. ഈ പോളിനോമിയൽ അങ്ങനെ എടുത്ത് എഴുതണ്ട കേട്ടോ. ഈ ഒരു പേജ് കിട്ടണില്ല. പി ഓഫ് എക്സ് ഈക്വൽ ടു x² പ്ലസ് എം എക്സ് പ്ലസ് എൻ. പി ഓഫ് എക്സ് ഈക്വൽ ടു x² പ്ലസ് എം എക്സ് പ്ലസ് എൻ. ഓക്കെ ആണല്ലോ. അതിനകത്ത് എന്ത് ചെയ്യണം? പി ഓഫ് 1 കണ്ടുപിടിക്കാൻ പോണ്ടാ. പി ഓഫ് 1 കണ്ടുപിടിക്കാൻ പോണ്. എക്സ് കൊടുത്ത് 1 കൊടുത്തപ്പോ 1² പ്ലസ് എം ഇൻറ്റു 1 പ്ലസ് എൻ ഈക്വൽ ടു പി ഓഫ് 1 എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 0 ആണ്. ഇതൊന്നും കൂടി ചെയ്യാം. 1² എന്ന് വെച്ചാൽ 1 ആണ്. എം ഇൻറ്റു എന്ന് വെച്ചാൽ എം ഇൻറ്റു 1 എന്ന് വെച്ചാൽ എം ആണ്. എൻ അതുപോലെ എഴുതി. ഈക്വൽ ടു 0 എഴുതി. എന്തായി? ഈ പ്ലസ് 1 ഇല്ലേ? ഈ 1 അപ്പുറം പോവുകയാണെങ്കിൽ ആലോചിച്ച് നോക്കിയേ. എം പ്ലസ് എൻ മാത്രം ഇവിടെ 1 അപ്പുറം പോയപ്പോ -1 ആയി. പ്രൂവ് ദാറ്റ് ആയി. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ബി ചോദ്യം. പ്രൂവ് ചെയ്യാനല്ലേ ചോദിച്ചിട്ടുള്ളത്? പ്രൂവ് ആയി. എം പ്ലസ് എൻ ഈക്വൽ ടു -1 തെളിയിച്ചു. എമ്മും എന്നും കൂടി കൂട്ടിയാൽ എന്താണ്? -1 ആണ്. ഓക്കെ ആണോ? അപ്പോ ചെയ്യണം. പി ഓഫ് 1 0 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്യണം. നോക്കാം. എങ്ങനെ ചോദിച്ചാലും തെളിയിക്കുക എന്നൊക്കെ പറയുമ്പോ പേടിക്കണ്ട കേട്ടാ. പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറയുമ്പോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും. പി ഓഫ് 1 0 നിക്കേറ്റ് ചെയ്യുക. അതുപോലെ അപ്പുറം കൊണ്ടുപോയിട്ട് എന്താന്ന് ചെയ്താൽ കിട്ടും കേട്ടാ. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ്? x² പ്ലസ് കെ എക്സ് പ്ലസ് 5 ഒരു ഫാക്ടർ ആണ്. ഇഫ് x - 1 is a factor of ഇത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? ഇതിന്റെ ഫാക്ടർ ആണ് x - 1 ഉണ്ടെങ്കിൽ പി ഓഫ് 1 0 ആയിരിക്കും. ഇതല്ലേ നമ്മൾ പഠിച്ചത്. x² പ്ലസ് കെ എക്സ് പ്ലസ് 5 അല്ലേ? ബി ചോദ്യം കഴിഞ്ഞ്. x² പ്ലസ് കെ എക്സ് പ്ലസ് 5 ഇതല്ലേ ഒരു പോളിനോമിയൽ? ഈ പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആണ്. ഫാക്ടർ എന്താണ്? x - 1 ആണ്. എടാ ഇതല്ലേ ചോദിച്ചിട്ടുള്ളത്? ഇതിന്റെ ഒരു ഫാക്ടർ ആണ് x - 1 അല്ലെ ചോദിച്ചിട്ടുള്ളത്? x - 1 is a factor of the polynomial ഇത്. ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? അതല്ലേ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ ചെയ്ത ചോദ്യമല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? പി ഓഫ് x - 1 ഫാക്ടർ ആണെങ്കിൽ എന്തായിരിക്കും? പി ഓഫ് 1 എന്തായിരിക്കും? 0 ആയിരിക്കും. പി ഓഫ് 1 0 എന്ന് വെച്ചാൽ പി ഓഫ് 1 കണ്ടുപിടിക്കുക. പി ഓഫ് 1 എന്ന് വെച്ചാൽ 1² എക്സ് ഓർത്ത് മാത്രം കൊടുക്കണം കേട്ടോ. k അതുപോലെ നിർത്തണം. k അതുപോലെ നോട്ടെ ഇൻറ്റു 1 പ്ലസ് 5 ഈക്വൽ ടു 0 കണ്ട. ഈക്വൽ ടു പി ഓഫ് 1 ഈക്വൽ 0 കൊടുത്ത് എന്ത് ചെയ്യണം? 1² എന്ന് വെച്ചാൽ 1 ആണ്. -1 ഇൻറ്റു k എന്ന് വെച്ചാൽ k ആണ്. പ്ലസ് 5 ഈക്വൽ ടു 0. എന്തായി? 1 5 കൂടി കൂട്ടിയപ്പോ 6 കിട്ടി. 6 - k ഈക്വൽ ടു 0. അതിനകത്ത് k അപ്പുറം പോയപ്പോ എന്തായി? k ഈക്വൽ ടു k അപ്പുറം പോയപ്പോ -k അപ്പുറം പോയപ്പോ പ്ലസ് ആവൂലേ? k ഈക്വൽ ടു 6 കിട്ടി കേട്ടാ. ഓക്കെ, -k അപ്പുറം പോയപ്പോ 6 ആയി. അപ്പൊ 6 ഈക്വൽ ടു k അല്ലെങ്കിൽ k ഈക്വൽ ടു 6. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ചെയ്ത സ്റ്റെപ്പ് ഒന്ന് നോക്കിയേ. ഫാക്ടർ ആണെന്ന് പറഞ്ഞാൽ അപ്പ എഴുതിക്കോണം. ഓക്കെ, പാഠത്തിൽ ഇത്രയേ ഉള്ളൂ. അത് മാത്രമാണ് ആലോചിക്കേണ്ട കാര്യം. സിമ്പിൾ കാര്യമാണ് കേട്ടാ. കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ചോദ്യം നോക്കാം. ലാസ്റ്റ് എന്തിനാണെന്ന് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ചെയ്യാനുള്ള ചോദ്യമാണ്. എന്താണ്? ഇതിന്റെ ഫാക്ടർ ആണെങ്കിൽ എന്താണ്? യു കണ്ടുപിടിക്കാൻ. ഇതുപോലെ തന്നെ ചെയ്യാം. യു കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. ഇതും കൂടി ഞാൻ ചെയ്തുതരാം. എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പോളിനോമിയൽ എടുത്ത് എഴുതാം. x² - 7x പ്ലസ് യു അല്ലേ? x² - 7x പ്ലസ് യുവിന്റെ ഫാക്ടർ ആണ് x - 1. അപ്പൊ എങ്ങനെ ചെയ്യാം? x² minus p of x equal to x² minus 7x plus u. ഓക്കെ, യു എന്ന് എഴുതിയിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഇതിന്റെ ഫാക്ടർ ആണല്ലോ. ഇതിന്റെ ഫാക്ടർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? p of 1 എന്തായിരിക്കും? 0 ആയിരിക്കും. p of 1 0 ആണ്. വിക്കറ്റ് ചെയ്യാം. അങ്ങനെ കൊടുക്കുക. p of 1 കണ്ടുപിടിക്കാനായിട്ട് p of 1 equal to 1² minus 7 into 1 plus u. അതായത് 1² എന്ന് വെച്ചാൽ 1 ആണ്. -7 into 1 7 ആണ്. പ്ലസ് യു ഈക്വൽ ടു 0. p of 1 0 അല്ലേ? എന്ത് ചെയ്യണം? ഇതിനകത്ത് 1 7 കുറച്ചാല് -6 പ്ലസ് യു ഈക്വൽ ടു 0. ഓക്കെ ആണോ? -6 അപ്പുറം പോയപ്പോ യു ഈക്വൽ ടു -6 അപ്പുറം പോയപ്പോ പ്ലസ് ആയി. 0 + 6 6 കിട്ടി കേട്ടാ. 2r കിട്ടി. ഓക്കെ, k കണ്ടുപിടിക്കാനാ യു കണ്ടുപിടിക്കാനാ എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പൊ ഇതുപോലെയാണ്. ഇതാണ് അറിഞ്ഞിരിക്കുന്നത്. -1 ഫാക്ടർ ആണെങ്കിൽ p of 1 0. ഓക്കെ, ഇവിടെ അതുപോലെ ആ മെത്തേഡ് ഉപയോഗിച്ച് ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ പോളിനോമിയൽ എന്നുള്ള ചാപ്റ്റർ. അപ്പോ സിംപിൾ ചാപ്റ്റർ ആണ്. കുറച്ചേ ഉള്ളൂ. ഇതിനകത്ത് കുറച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത്രയും ചോദ്യങ്ങൾ ശരിക്കും പഠിക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം കൂടി പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കണ്ട. പക്ഷേ നിങ്ങൾ കുറച്ച് മാർക്ക് എക്സ്പെക്ട് ചെയ്യാനുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് എഴുതാൻ പറ്റണം. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് പഠിക്കണം. ഓക്കെ, അപ്പോ എല്ലാവർക്കും താങ്ക് യു.